ബിഗ് ബോസ് മലയാളം സീസൺ 7 അപ്പം ജൂണിലേക്ക് തുടങ്ങുമെന്നുള്ള സാധ്യത അറിയിപ്പുകളൊക്കെ കിട്ടിയതിന് ശേഷം സോഷ്യൽ മീഡിയകളിലൊക്കെ പ്രഡിക്ഷൻ ലിസ്റ്റുകളൊക്കെ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരിയല്ലേ? ബിഗ് ബോസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളൊക്കെ ഒത്തിരി വീഡിയോകളൊക്കെ വരുന്നുണ്ട്. സ്വാഭാവികം ഇതിൽ കുറെ നേരമായിട്ടുള്ള കാര്യങ്ങളും വെറുതെ കുറെ അടിച്ചുവിടുന്ന കാര്യങ്ങളും എല്ലാം ഉണ്ടായിരിക്കാം. അതൊക്കെ അതിന്റെ വഴിയെ നടന്നുകൊള്ളട്ടെ. എന്താണെന്നുണ്ടെങ്കിലും കൂടുതലും കാണുന്നത് പ്രഡിക്ഷൻ ലിസ്റ്റുകളാണ്. സീസൺ 7ലേക്ക് കുറെ ആൾക്കാർ വരുന്നുണ്ട്. അതായത് ഇപ്പം സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന കുറെ പേരുടെ ലിസ്റ്റുകളൊക്കെ ഇട്ടുകൊണ്ട് പ്രഡിക്ഷൻ ലിസ്റ്റ് ഒക്കെയാണ് ഇപ്പൊ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അതൊക്കെ ആ ഒരു വഴിയെ നടന്നുകൊള്ളട്ടെ. നമുക്കതൊന്നും നോക്കണ്ട. നമുക്ക് കുറച്ചുകൂടി മുന്നിലേക്ക് ചിന്തിക്കാം. അതായത് സീസൺ 7 ജൂണിൽ തുടങ്ങുന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അത് സാധ്യതകൾ മാത്രമാണ്, ഉറപ്പില്ല. ജൂൺ, ജൂലൈ, ആഗസ്റ്റ് നമ്മൾ വെച്ചാൽ മതി. ടൈംസ് ഓഫ് ഇന്ത്യയൊക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ജൂൺ 7-ാം തീയതി ഒക്കെ തുടങ്ങാനുള്ള സാധ്യതകളാണ് പറഞ്ഞു വരുന്നത്. ഇതെല്ലാം സാധ്യതകൾ തന്നെയാണ്. കാരണം ഒരു സീസൺ തുടങ്ങാറാവുമ്പോൾ പല സാധ്യതകളും എല്ലാവരും പറയും. ഇതുവരെയും കൺഫർമേഷൻ ഒഫീഷ്യലി ഒന്നും പുറത്തേക്ക് വന്നിട്ടില്ല. അപ്പോൾ ജൂൺ 7-ഉം അതുപോലെ തന്നെ ജൂണൊക്കെയാണ് പറയപ്പെടുന്നത്. ഇതെല്ലാം സാധ്യതകൾ മാത്രമാണ്. നമ്മളിത് മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ജൂണിൽ തുടങ്ങാനുള്ള സാധ്യതകളുണ്ട്. ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർ അതൊക്കെ കരുതിയാണ് ഇപ്പോൾ അവരുടെ പ്ലാനിങ്ങുകളും ജൂണിലേക്ക് നടത്താനുള്ള ശ്രമങ്ങളുമാണ് നടക്കുന്നത്. നടക്കട്ടെ. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ജൂലൈ, ആഗസ്റ്റ് ആ ഒരു മാസങ്ങളിലേക്കൊക്കെ ചിലപ്പോൾ തള്ളിയെന്ന് വരാം. അപ്പം എന്താണെന്നുണ്ടെങ്കിലും അതിന്റെ വഴിയെ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അറിയുന്നത്. ഇപ്പോൾ നമുക്ക് പുതിയൊരു റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഓഡീഷൻസ്, അതെ, സീസൺ 7ന്റെ ഓഡീഷൻസ് സ്റ്റാർട്ട് ചെയ്തു എന്ന് തന്നെയാണ് അറിയുന്നത്. ചെറിയൊരു രീതിയിൽ അവർ ഓഡീഷൻസും കാര്യങ്ങളും തുടങ്ങിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ വർഷം അവസാന സമയത്തേക്കായപ്പോൾ അത്യാവശ്യം ഓഡീഷൻസ് അല്ലെ കണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റൊക്കെ അവർ ഒരു പരിധി വരെയൊക്കെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പുതിയൊരു സീസണ് വേണ്ടിയിട്ട്. എന്നാൽ പിന്നീട് അവരത് ക്ലോസ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അപ്പൊ എന്താണെന്നുണ്ടെങ്കിലും അവരുടെ കയ്യിൽ ഒരു നല്ലൊരു സോഷ്യൽ മീഡിയയിൽ അല്ലെന്നുണ്ടെങ്കിൽ ആർട്ടിസ്റ്റ് ആയവരെയും ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ളവരെയും നിലവിൽ ആ ഒരു സമയത്ത് സോഷ്യൽ മീഡിയയിലുള്ളായിരുന്ന കുറെ ആൾക്കാരുടെ ലിസ്റ്റുകൾ അവരുടെ കയ്യിലുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് പൊടിതട്ടി എടുത്ത് അതിൽ നിന്ന് നിലവിൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നവരെയും അല്ലെങ്കിൽ ഈ ഒരു സീസണിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് കണ്ടന്റ് TRP ഒക്കെ കൂട്ടാൻ പറ്റിയ സംഭവങ്ങളൊക്കെ കിട്ടുന്ന സാധ്യതകളുള്ള കണ്ടസ്റ്റൻസിനെയൊക്കെ അവര് പയ്യെ അവരുടെ സൈഡിൽ നിന്ന് വിളിച്ചു തുടങ്ങും. അതോടൊപ്പം ഇപ്പോൾ നിലവിൽ ട്രെൻഡിങ് ആയിട്ട് വരുന്നവരെയും ഈ അടുത്ത സമയത്ത് ട്രെൻഡിങ് ആയി വരുന്നവരെയൊക്കെ അവർ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങും. അവർക്കതിൽ വിളിച്ചു കഴിഞ്ഞാലും വന്നു കഴിഞ്ഞാലും അവർക്കതിൽ ബെനിഫിറ്റ് ഉണ്ടെന്ന് തോന്നുന്നവരെയൊക്കെ പയ്യെ വിളിച്ചു തുടങ്ങും. അതുപോലെ തന്നെ സ്വന്തമായിട്ട് പ്രൊഫൈലൊക്കെ ആയിട്ട് ബിഗ് ബോസിനെ അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ടീമിനെ കോണ്ടാക്ട് ചെയ്യുന്നവരൊക്കെ ഈ ഒരു സമയത്ത് പയ്യെ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങും. ഓൾറെഡി അവരുടെ പല സൈഡിൽ നിന്നും അണ്ടർഗ്രൗണ്ടിൽ ഈ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ അത് കുറച്ചുകൂടി കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, മാർച്ചിലേക്ക് ആകുമ്പോഴത്തേനും ഓഡീഷൻസും കാര്യങ്ങളും ഒക്കെ തുടങ്ങുമെന്നത്. അത് ഓൾറെഡി അവർ പയ്യെ തുടങ്ങിയിട്ടുണ്ട് ചെറിയ രീതിയിലൊക്കെ ആയിട്ട്. അപ്പം ഉടൻ തന്നെ കുറെ റിപ്പോർട്ടുകളൊക്കെ പയ്യെ കിട്ടിത്തുടങ്ങും. അപ്പം ഒഫീഷ്യലി ഇനി എന്താണെന്നുണ്ടെങ്കിലും അറിയിപ്പുകളും ഒഫീഷ്യലി ലോഗോയും അല്ലെങ്കിൽ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോമണേഴ്സിന്റെ അറിയിപ്പുകളും അല്ലെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ അറിയിപ്പുകളൊക്കെ വരാൻ ഇനി സമയമെടുക്കും. കാരണം ഇത് മാർച്ച് ആയിട്ടേ ഉള്ളൂ. കാരണം മാർച്ച്, ഏപ്രിൽ ഒരു സമയത്തോടെ ആയിരിക്കും ഈ പറയുന്ന ജൂണിൽ നടക്കാനുള്ള കാര്യങ്ങൾ കൺഫേം ആകുകയാണെന്നുണ്ടെങ്കിൽ വരുന്നത്. അതല്ല വീണ്ടും മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ പറയുന്നത് പോലെ ഒഫീഷ്യൽ റിപ്പോർട്ടുകളൊക്കെ വരാൻ വൈകും. എന്നാൽ പോലും നമുക്ക് എവിടെയാണ് സെറ്റെന്നും അതുപോലെ തന്നെ കുറെ ന്യൂസുകളൊക്കെ കിട്ടിത്തുടങ്ങും. എന്താണെങ്കിലും നമുക്ക് നോക്കാം. നിലവിൽ ഈ ഒരു റിപ്പോർട്ട് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. കാരണം നമുക്ക് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് ചെറുതാണെന്നുണ്ടെങ്കിൽ പോലും ആ ഇൻഫർമേഷൻ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ട്. അതുപോലെ അത് സാധ്യതകളാണെങ്കിൽ പോലും 100% കൺഫേം ആണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ എത്തിക്കാറുണ്ട്. അപ്പോൾ ഇതും ആ ഒരു കൂട്ടത്തിൽ കൂട്ടുക. നമുക്ക് ലഭിച്ചൊരു ഇൻഫർമേഷൻ ആണ്. ചെറിയ രീതിയിൽ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലാലേട്ടന്റെ ഡേറ്റ് അവൈലബിലിറ്റിയും അതുപോലെ തന്നെ ഒരു പരിധി വരെ പരിഹരിക്കപ്പെട്ടു. അപ്പം വരുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. അതുപോലെ ജിയോ ഹോട്ട്സ്റ്റാർ മെർജിങ്ങും ഏകദേശം കഴിഞ്ഞു. അപ്പൊ അങ്ങനത്തെ കുറച്ച് ടെക്നിക്കൽ സൈഡൊക്കെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ തുടങ്ങുമെന്ന് നമുക്ക് കരുതാം. ബാക്കി കാര്യങ്ങളൊന്നും ഇതുവരെയും കൺഫർമേഷൻ ആയിട്ടില്ല. സെറ്റ് എവിടെയാന്നുള്ള കാര്യത്തിലും അതുപോലെ തന്നെ ഹോസ്റ്റിന്റെ കാര്യത്തിലും ഒരു പക്ക കൺഫർമേഷൻസും ഇതുവരെയും വന്നിട്ടില്ല. അതിനെക്കുറിച്ചുള്ള ഡിസ്കഷനിൽ തന്നെയാണ് ഈ പറയുന്നത് പോലെ നേരത്തെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ചെന്നൈ EVP വെച്ചുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കത്തില്ല. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ മറാത്തി ഓർ കന്നഡ സെറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഹോസ്റ്റിന്റെ കാര്യത്തിലും ഒഫീഷ്യലി പുതിയൊരാൾ വരുമെന്നുള്ള കാര്യങ്ങളിൽ നോക്കുന്നുണ്ടെന്നൊക്കെ ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞത് തന്നെയാണ്. ഇപ്പോഴും ലാലേട്ടൻ മാറുന്നു എന്നുള്ളതിനെ കുറിച്ചൊന്നും ഒരു കൺഫർമേഷനും ആയിട്ടില്ല. അതിനെക്കുറിച്ച് നമുക്ക് വരും ദിവസങ്ങളിലൊക്കെ എന്താണെന്നുണ്ടെങ്കിലും അറിയാൻ സാധിക്കും. നമുക്ക് നോക്കാം. അപ്പം ഈ ഒരു കാര്യം മാത്രമാണ് നിലവിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ. അപ്പൊ
പ്രഡിക്ഷൻ ലിസ്റ്റുകളൊക്കെ അങ്ങനെ തന്നെ നടക്കട്ടെ. പുതിയതായിട്ടൊന്നും നമ്മൾ പറയാനില്ല. എന്റെ മുൻ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു 20-22 പേരുടെ പ്രഡിക്ഷൻ ലിസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ വേറെയും 10-15 പേരൊക്കെ ഉണ്ട്. ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് വന്ന കുറെ ആൾക്കാരുടെ ഒക്കെ ലിസ്റ്റ് ഉണ്ട്. അതൊന്നും നമ്മൾ വെറുതെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടൊക്കെ പയ്യെ ഇട്ട് തുടങ്ങാം. അപ്പൊ അത്യാവശ്യമുള്ള പ്രഡിക്ഷൻ ലിസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ളവരുടെ പുറകെ ഇടുന്നതായിരിക്കും. എന്താണെന്നുണ്ടെങ്കിലും ഓഡീഷൻസും കാര്യങ്ങളും തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോ കാണാം.